ഇന്ന് നമ്മൾ മൂന്നാമത്തെ സെഷൻ ഓഫ് ദ ചാപ്റ്റർ കൈനറ്റിക്സ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 2 സെഷനിൽ പഠിച്ചത് നിങ്ങൾ ഓർമ്മയുണ്ടോ? ഒന്ന് ഓർത്ത് നോക്കി എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്ന്. നമ്മൾ റേറ്റ് എന്താണെന്ന് പഠിച്ചു, റേറ്റിനുള്ള എക്സ്പ്രഷൻ പഠിച്ചു, പിന്നെ ഓർഡർ മോളിക്കുലാരിറ്റി, ദെൻ പിന്നെ റേറ്റ് ലോ എന്താണെന്നും പഠിച്ചു. ഇനി നമ്മൾ ഓരോ ഫസ്റ്റ് ഓർഡർ സീറോ ഓർഡർ റിയാക്ഷന് ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ, അതായത് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ടൈപ്പ് ഓഫ് റേറ്റ് എക്സ്പ്രഷനാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കിട്ടിയ ഫൈനൽ എക്സ്പ്രഷൻ എന്താ അത് പ്രകാരമാണ് നമ്മൾ പല പ്രോബ്ലംസും ചെയ്യുന്നത്. അപ്പോൾ അതും ഹാഫ് ലൈഫ് അങ്ങനത്തെ കുറച്ച് കൺസെപ്റ്റാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തുടങ്ങാം. അപ്പോൾ സീറോ ഓർഡർ റിയാക്ഷൻ, സീറോ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഇപ്പോൾ റിയാക്റ്റൻ്റ് ഞാൻ എ ആക്കി എടുക്കുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു 0, അതായത് എനിത്തിങ് റേസ് ടു 0 1 ആണ്. അപ്പോൾ റേറ്റ് ഇസ് ഈക്വൽ ടു കെ, അതായത് റേറ്റ് കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യാത്ത തരത്തിലുള്ള റിയാക്ഷൻസ് ആണ് നമ്മളുടെ സീറോ ഓർഡർ റിയാക്ഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ റേറ്റ് എക്സ്പ്രഷൻ എങ്ങനെയാണ് എഴുതുന്നതെന്ന് ഒന്ന് നോക്കാം. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറയാം നമുക്ക്. ഇവിടെ ഞാൻ എക്ക് പകരം ആറാണ് എടുത്തത്, റിയാക്റ്റൻ ടു പ്രോഡക്റ്റ്. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, എ ടു ബിയോ എങ്ങനെ വേണമെങ്കിലും, ഇറ്റ്സ് യുവർ ചോയ്സ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന കോൺസെൻട്രേഷൻ ടേമും ഓർത്ത് എഴുതണം എന്ന് മാത്രമേ ഉള്ളൂ. യു ക്യാൻ ഐദർ യൂസ്, ഇപ്പം ഞാനിവിടെ എ ആണ് എടുത്തിരിക്കുന്നത്, ആറാണ് എടുത്തതെങ്കിലും അത് ഇമ്മെറ്റീരിയൽ ആണ്, ബട്ട് കറക്റ്റ് എക്സ്പ്രഷൻ എഴുതുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു ജനറൽ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. അതിൽ റേറ്റ് എങ്ങനെ എഴുതുക? നമ്മളൊരു സീറോ ഓർഡർ റിയാക്ഷൻ ആണെന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ റേറ്റ് എഴുതാൻ. സോ റേറ്റ് ഇസ് ഈക്വൽ ടു ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ആർ വിത്ത് ടൈം ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു, ഇതാണ് ഓർക്കേണ്ടത്, കോൺസെൻട്രേഷൻ ഓഫ് ആർ റേസ് ടു 0. ആർ റേസ് ടു 0 എന്ന് എഴുതാനുള്ള കാരണം ബിക്കോസ് ഇറ്റ് ഇസ് എ സീറോ ഓർഡർ റിയാക്ഷൻ. എനിത്തിങ് റേസ് ടു 0 1 ആണ്. അപ്പോൾ എക്സ്പ്രഷൻ ബിക്കംസ് കെ. അപ്പോൾ റേറ്റ് എന്തായി? മൈനസ് ഡി ആർ ഇസ് ഈക്വൽ ടു കെ എന്ന് കിട്ടും. ഈ ഡി ടി അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു ഡി ടി എന്ന് കിട്ടും. ഈ പിന്നെ ഡി ആർ ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡി ടി, ഇതിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് കിട്ടും. ആ ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റിനെ കണ്ടുപിടിക്കാൻ ടൈം 0 ആക്കി വെക്കുമ്പോൾ റേറ്റ് എന്തായി, അല്ലെങ്കിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻ ബിക്കംസ് R0. ഇതാണ് നോക്കേണ്ടത്. ടൈം അതായത് റിയാക്ഷൻ തുടങ്ങിയിട്ടേ ഇല്ല, അപ്പോഴുള്ള പിന്നെ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ R0 ആക്കി എടുക്കുന്നു. അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ എക്സ്പ്രഷൻ ബിക്കംസ് R is equal to minus KT plus R0. That is K is equal to initial concentration of the reactant minus final concentration of reactant divided by 10. ഞാൻ ഈ പിന്നെ ഡെറിവേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, എങ്കിലും എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് എത്തുന്നതെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്സ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ജനറൽ ഇക്വേഷൻ എഴുതി, അതിൽ നിന്ന് നമുക്ക് വേണ്ടത് സീറോ ഓർഡറിൻ്റെ ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എഴുതി ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്ന എക്സ്പ്രഷനാണ് ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ. അപ്പോൾ ഇതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത് കെ ഈസ് ഈക്വൽ ടു R0. R0 എന്ന് പറയുന്നത് എന്താ? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, ടൈം ടി ആകുമ്പോഴുള്ള കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻ്റ് ആണ് R0, മൈനസ് കോൺസെൻട്രേഷൻ ആഫ്റ്റർ എ ടൈം, ഒരു ടൈം പീരീഡ് കഴിയുമ്പോഴുള്ള കോൺസെൻട്രേഷൻ ആണ് R ഡിവൈഡഡ് ബൈ ടി. അപ്പോൾ ഇതാണ് ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ. ഇത് ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഡിൽ ഉള്ള y ഇസ് ഈക്വൽ ടു mx പ്ലസ് സി എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇഫ് ഐ പ്ലോട്ട് ദ കോൺസെൻട്രേഷൻ ഓഫ് ആറിൻ്റെ കോൺസെൻട്രേഷൻ എഗെയിൻസ്റ്റ് ടൈം ഞാൻ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഐ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ ആണ്, പക്ഷേ സ്ലോപ്പ് മൈനസ് ആണ്. അത് ഓർത്തോളണം, സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ് മൈനസ് സ്ലോപ്പാണ്. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഓരോ പിന്നെ എക്സ്പ്രഷനും നമ്മൾ ഗ്രാഫിക്കലി സ്ട്രെയിറ്റ് ലൈൻ പ്ലോട്ട് ചെയ്യുമ്പോൾ സ്ലോപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ കാര്യം എപ്പോഴും ഓർക്കണം. ദിസ് ഇസ് എ നെഗറ്റീവ് സ്ലോപ്പ്. ഇനി ഈ ഗ്രാഫിന് ഇഫ് യു എക്സ്ട്രാപ്പുലേറ്റ്, അതായത് ഇവിടെ കൊണ്ടുപോയി മുട്ടിക്കുന്ന ഈ പോയിന്റിലായിരിക്കും നമുക്ക് R0 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, ആൻഡ് ദിസ് പോയിന്റ് ഇസ് നോൺ ആസ് ഇൻറ്റർസെപ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇൻറ്റർസെപ്റ്റ്. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് സ്ലോപ്പ് മൈനസ് കെ, സ്ലോപ്പ് നമുക്ക് മൈനസ് കെയും ഇൻറ്റർസെപ്റ്റ് R0യും ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗ്രാഫിക്കലിയും ചോദിക്കാറുണ്ട്, ഗ്രാഫ് അഗെയിൻസ്റ്റ് വാട്ട് യു പ്ലോട്ട് യു ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ. അത് അറിഞ്ഞിരിക്കണം. കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻ്റ് അഗെയിൻസ്റ്റ് ടൈം പ്ലോട്ട് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ബട്ട് നെഗറ്റീവ് സ്ലോപ്പ് ആണ്. ഇഫ് യു എക്സ്ട്രാപുലേറ്റ് ദാറ്റ് ഗ്രാഫ് യു ഗെറ്റ് ദ ഇൻറ്റർസെപ്റ്റ്, ദാറ്റ് ഈസ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ R0. ഓക്കെ, സീറോ ഓർഡർ റിയാക്ഷൻസ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു റിയാക്ഷൻസ് ഒന്നുമല്ല, ബട്ട് പിന്നെ കുറച്ച് പിന്നെ റിയാക്ഷൻസ് നമുക്ക് പറയാൻ പറ്റും സീറോ ഓർഡറാണ്.
ഫോർ എക്സാമ്പിൾ ഒരു അമോണിയൻ്റെ ഡീകമ്പോസിഷൻ യൂസിങ് വെറൈറ്റി ഓഫ് കാറ്റലിസ്റ്റ് ലൈക്ക് പ്ലാറ്റിനം, മോളിബ്ഡനം, ടങ്സ്റ്റൺ. പക്ഷെ അവിടെ ഹൈ പ്രഷർ കണ്ടീഷനിൽ കൊടുക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ ഓൺ എ മെറ്റൽ സർഫസ്, ഒരു മെറ്റൽ സർഫസിലുള്ള അമോണിയൻ്റെ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് 0 ഓർഡർ. എങ്ങനെ ഇതിൻ്റെ ഒരു റേറ്റ് എക്സ്പ്രഷൻ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു സെക്കൻഡ് ഓർഡർ അമോണിയ റേസ്ഡ് 2 എന്ന് എഴുതി കഴിഞ്ഞാൽ സെക്കൻഡ് ഓർഡർ ആണെന്ന് പക്ഷേ അല്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ പ്രഷർ ആകുമ്പോൾ മെറ്റലിൻ്റെ സർഫസ് ഈ അമോണിയ ഗ്യാസ് വെച്ച് സാച്ചുറേറ്റഡ് ആയിരിക്കും, അത് കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് ആയിരിക്കും കാറ്റലിറ്റിക് സർഫസ്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു റിയാക്ഷൻ കണ്ടീഷൻ മാറ്റിക്കഴിഞ്ഞാൽ പോലും ഈ റേറ്റിന് മാറ്റം വരില്ല. അതായത് കോൺസെൻട്രേഷൻ കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിയാക്ഷൻ ചേഞ്ച് in any of the condition will not affect the rate of the reaction. അതായത് കോൺസെൻട്രേഷൻ മാറ്റിയാലും റേറ്റിന് മാറ്റം വരില്ല. അതുകൊണ്ട് റേറ്റ് ബിക്കംസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോൺസെൻട്രേഷൻ ബിക്കോസ് ഹൈ പ്രഷർ വരുമ്പോൾ സർഫസ് സാച്ചുറേറ്റഡ് ആയിരിക്കും ഗ്യാസ് മോളിക്യൂൾസ് കാരണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അത് ഓട്ടോമാറ്റിക്കലി, അതാണ് നമ്മൾ ആദ്യത്തെ സെഷനിലൊക്കെ പറഞ്ഞത്, ഒരിക്കലും നമ്മൾ ഈ ഒരു ഇക്വേഷൻ നോക്കിയിട്ട് നമ്മൾ റേറ്റ് എക്സ്പ്രഷൻ എഴുതുമ്പോൾ ആ പവേഴ്സ് സ്റ്റോക്യോമെട്രിക് കോഎഫിഷ്യൻസ് ആവണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇങ്ങനെ ചില എക്സ്പെരിമെൻ്റൽ പാരാമീറ്റേഴ്സോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ എഫക്ട്സ് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന സെക്കൻഡ് ഓർഡർ ചിലപ്പോൾ 0 ഓർഡറായി വരും. അങ്ങനെയൊക്കെ ഉള്ള കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 0 ഓർഡർ റിയാക്ഷൻസിൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഡികമ്പോസിഷൻ ഓഫ് അമോണിയ, അതേമാതിരി പിന്നെ നൈട്രസ് ഓക്സൈഡും എല്ലാം ഹൈ പ്രഷർ കണ്ടീഷനിലുള്ള ഡികമ്പോസിഷൻ റിയാക്ഷൻ ഓൺ എ മെറ്റൽ സർഫസ്, അതാ ഓർക്കണ്ടേ. മെറ്റൽ സർഫസ് ഒക്കെ ദാറ്റ് കംസ് അണ്ടർ 0 ഓർഡർ റിയാക്ഷൻസ്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ റേറ്റ് പഠിച്ചത്? റേറ്റ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു 1, ഇങ്ങനെയല്ലേ പഠിച്ചത്? ആ മേലുള്ള 1 ആണ് നമുക്ക് എന്ത് പറയുന്നത്? ആ റിയാക്ഷൻ ഫസ്റ്റ് ഓർഡർ ആണ് റിയാക്ഷൻ, അതായത് കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന റിയാക്ഷൻ ആണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച 0 ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ആ ഇക്വേഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചാൽ ഫൈനൽ എക്സ്പ്രഷൻ ബിക്കംസ് K ഇസ് ഈക്വൽ ടു 2.303/T log R0/R, വേർ T എന്ന് പറയുന്ന ടൈമാണ്, R0 എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ് ആണ്, ആൻഡ് R ഇസ് ദ കോൺസെൻട്രേഷൻ ആഫ്റ്റർ എ പർട്ടിക്കുലർ ടൈം. അപ്പോൾ ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ബിക്കോസ് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പല പ്രോബ്ലംസും വരാറ്. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ y is equal to mx plus c എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ if I am plotting log R0, നമുക്കറിയാം log R0/R ഈ എക്സ്പ്രഷനിൽ നിന്ന് എന്താണ് കിട്ടുക? KT/2.303, isn't it? KT/2.303. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. കാണുന്നില്ലേ? log R0/R നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് KT/2.303 ആണ് കിട്ടുക. അപ്പോൾ ഇതിൽ ഇഫ് ഐ എം പ്ലോട്ടിംഗ് log R0/R എഗെയിൻസ്റ്റ് ടൈം ആണ് ഞാൻ പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുക. അതിൻ്റെ സ്ലോപ്പാണ് ഈ ബാക്കി ടീൻ്റെ കൂടെ ഇരിക്കുന്ന ബാക്കി ആൾക്കാർ, ദാറ്റ് ഇസ് K/2.303. അപ്പോൾ ഇതിന് പോസിറ്റീവ് സ്ലോപ്പാണെന്ന് ഓർത്തോളണം, പോസിറ്റീവ് ആണ് സ്ലോപ്പ്. ഓക്കെ, ബട്ട് പ്ലോട്ട് ചെയ്യുന്നത് എഗെയിൻസ്റ്റ് R0 ഓർഡർ റിയാക്ഷൻ്റെ മാതിരി ജസ്റ്റ് കോൺസെൻട്രേഷൻ അല്ല, ഇവിടെ ലോഗരിതം ഓഫ് R0/R ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് എഗെയിൻസ്റ്റ് ടൈം. സോ യു ഗെറ്റ് സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ പോസിറ്റീവ് സ്ലോപ്പ് ആൻഡ് ദ സ്ലോപ്പിൻ്റെ വാല്യൂ K/2.303 ആണ്. അപ്പോൾ ഇതിനും പിന്നെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസിൻ്റെ എക്സാമ്പിളും അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ ഈ ഹൈഡ്രോജനേഷൻ ഓഫ് ഈത്തീൻ, അതായത് ഈത്തീൻ എന്ന് പറയുന്ന സാധനം CH2 ഡബിൾ ബോണ്ട് CH2, ഇതിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന പ്രോസസ്സ്, ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ബോണ്ട് ആകുന്ന ഈ പ്രോസസ്സ് എന്നൊക്കെ പറയുന്നത് ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ എക്സാമ്പിൾസ് ആണ്. പിന്നെ അറിഞ്ഞിരിക്കേണ്ട എല്ലാ പിന്നെ റേഡിയോ ആക്റ്റീവ് ഡീകേ പ്രോസസ്സും ഫോളോസ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്. അത് എക്സാമിന് സ്പെസിഫിക് ആയിട്ട് ചോദിക്കാറുണ്ട്. എന്ത് ഓർഡറാണെന്നല്ല, റേഡിയോ ആക്റ്റീവ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ബാക്കി പ്രോബ്ലം ആയിരിക്കും. റേഡിയോ ആക്റ്റീവ് റിയാക്ഷൻ എന്ന് കണ്ടാൽ നമ്മൾ ഓർക്കേണ്ടത് വി ഹാവ് ടു ഗോ ഫോർ ദ ഇക്വേഷൻ ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഇതിനെ ബേസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന്. അപ്പോൾ റേറ്റ് കോൺസ്റ്റൻറ്റ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ തന്നിട്ടുണ്ട് നമുക്ക്. എത്രയ വാല്യൂ? 4.606 × 10⁻³ per second. The time required to reduce 2 gram of the reactant to 0.2 gram. 2 gram 0.2 ആവാനുള്ള സമയം എത്രയാണ്? ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. 2 gram
പിന്നെ 0.2 ആവാനുള്ള ടൈമാണ് ചോദിക്കുക. സോ വി നീഡ് ടു കാൽക്കുലേറ്റ് ദ ടി. അപ്പോൾ ഈ എക്സ്പ്രഷൻ എന്താ? കെ ഇസ് ഈക്വൽ ടു 2 ഫസ്റ്റ് ഓർഡറിൻ്റെ എക്സ്പ്രഷൻ 2.303/t ലോഗ് R0 A0 ആസ് പെർ നമുക്ക് അത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. സോ നമ്മൾ A0 എന്ന് എടുത്താലും R0 എന്ന് എടുത്താലും കുഴപ്പമൊന്നുമില്ല. A0/A. ഇനി ചില കേസിൽ A-X എന്നും എടുക്കാറുണ്ട്. ഈ A ഇനീഷ്യൽ കോൺസെൻട്രേഷൻ -X എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ചെയ്ത കോൺസെൻട്രേഷൻ. അത് നമ്മളുടെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ഏതാണോ ഇറ്റ്സ് ബെറ്റർ യു ചൂസ് ദാറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതൊന്ന് ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഫ്രം 2.303/k log A0 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ A. അപ്പോൾ ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 2.303 Kന്റെ വാല്യൂ 4.606 into 10⁻³ log A0. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എത്രയാണ്? 2 ഗ്രാമിൽ നിന്ന് അത് 0.2 ആവാനാണ് പറഞ്ഞത്. സോ log 2 ഡിവൈഡഡ് ബൈ 0.2, isn't it? So on solving this, the value comes out to be 500 seconds. 500 seconds ആയിരിക്കും. അപ്പോൾ correct answer regarding this question is option C. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ടൈം കാണാനാണ് പറഞ്ഞത്. കെയിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ഇക്വേഷനിൽ ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ കാണാവുന്നതാണ്. നെക്സ്റ്റ് നോക്കൂ. ഇഫ് ദ റേറ്റ് കോൺസ്റ്റൻറ്റ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ കെ ആണെങ്കിൽ ദ ടൈം റിക്വയർഡ് ഫോർ ദ കംപ്ലീഷൻ ഓഫ് 99% ഓഫ് ദ റിയാക്ഷൻ. 99% കംപ്ലീറ്റഡ് ആവാൻ ആവശ്യമായ ടൈമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആകുമ്പോൾ ടൈമിൻ്റെ ഇക്വേഷൻ എന്താ? ടൈം വി നോ, തൊട്ട് മേലെ എഴുതിയ അതേ ഇക്വേഷൻ 2.303/k ലോഗ്. ഇവിടെ നമുക്ക് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഞാൻ A ആക്കി എടുക്കുകയാണ്. ഫൈനൽ കോൺസെൻട്രേഷൻ A-X. അത് എക്സ് എത്ര കുറഞ്ഞു, എയിൽ നിന്ന് എത്ര കുറഞ്ഞു ആ ഫാക്ടറാണ്. how much it decreased, that is x. അതാ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ എങ്ങനെയാണോ നമുക്ക് പ്രോബ്ലംസ് വേണ്ടത്, അതിന് പ്രോബ്ലംസ് എങ്ങനെയാണോ അത് സോൾവ് ചെയ്യാൻ നമ്മൾ ആകെ മനസ്സിലാക്കേണ്ട കൺസെപ്റ്റ് മേലുള്ള ലോഗ് A0 അല്ലെങ്കിൽ R0 എന്നൊക്കെ പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ആഫ്റ്റർ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. ഓക്കെ, അപ്പോൾ ഞാൻ A/A-X ആണ് എഴുതുന്നത്. ദാറ്റ് ഈസ് 2.303/k log. ഇനീഷ്യലി നമുക്ക് എത്രയാണെന്ന് അറിയില്ല. ഇനീഷ്യൽ വി ടേക്ക് ഇറ്റ് ആസ് 100. ഓക്കെ, 100 ബൈ നമുക്ക് എന്താണ് ചോദിച്ചത്? 99% കംപ്ലീറ്റഡ് ആവാൻ. അപ്പോൾ 99% കംപ്ലീറ്റഡ് ആയി ആവാൻ റിയാക്ഷൻ എത്രയാണെന്നാണ് ചോദിച്ചത്. സോ 100 - 99, അല്ലെങ്കിൽ യു ക്യാൻ പുട്ട് ഇറ്റ് ആസ് 1. റിമൈനിങ് എത്ര അത് താഴെ ഇട്ടാലും മതി. 100 - 99 1 എന്നുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇസൻറ്റ്? അപ്പോൾ ഇതെന്താ? 2.303/k ലോഗ്. ഇത് സോൾവ് ചെയ്താൽ ബൈ 1 അല്ലേ? സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 10⁻² ഓർ 2 log 10 എന്ന് വരും. ഇസൻറ്റ്? 2 log 10. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്താൽ 4.606/k ഓർ ടൈം ഇസ് ഈക്വൽ ടു നമുക്ക് അങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. ഇൻ ടേംസ് ഓഫ് കെ വാല്യൂ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ടൈമിൻ്റെ എക്സ്പ്രഷൻ എന്തായി മാറും? 4.606/k. അപ്പോൾ കറക്റ്റ് ആൻസർ റിഗാർഡിംഗ് ദിസ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ നമ്മൾ ഈ തരത്തിലുള്ള പ്രോബ്ലംസ് വന്നാൽ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് അപ്രോച്ചാണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് റൈറ്റ് ഡൗൺ യുവർ ഫസ്റ്റ് ഓർഡർ റേറ്റ് ഇക്വേഷൻ എഴുതുക. അതിൽ നമ്മൾ പിന്നെ എന്തൊക്കെയാണ് പാരാമീറ്റേഴ്സ് അവൈലബിൾ, കോൺസെൻട്രേഷൻ എത്ര കുറയുന്നുണ്ട്, ആ വാല്യൂസ് നോക്കിയിട്ട് വേണം നമ്മളതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഹാഫ് ലൈഫ് പീരീഡ്. ഹാഫ് ലൈഫ് പീരീഡ് ഇതും നമ്മളുടെ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. എക്സ്പ്രസ് ചെയ്യുന്നത് ടി ഹാഫ് എന്ന് പറഞ്ഞിട്ടാണ്. ടി ഹാഫ് അതായത് ഇപ്പം ഞാൻ 100 milligram വെച്ച് തുടങ്ങിയെന്ന് വെച്ചോ റിയാക്ഷൻ, ഒരു 100 milligram, അത് 50 milligram ആവാനുള്ള ടൈമാണ് ടി ഹാഫ് എന്ന് പറയുന്നത്. എത്ര തുടക്കത്തിലുണ്ടായിരുന്നു അതിൻ്റെ പകുതി ആവാൻ. ഇപ്പം ഞാൻ 50 വെച്ച് തുടങ്ങിയാൽ 25 milligram ആവാനുള്ള ടൈമാണ് അനദർ ടി ഹാഫ്. 25 വെച്ച് തുടങ്ങിയാൽ 12.5 ആവാനുള്ള ടൈമാണ് ടി ഹാഫ്. അപ്പോൾ എത്രയാണോ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഇത് പകുതി ആവാനുള്ള സമയമാണ് വി കോൾ ഇറ്റ് ആസ് ഹാഫ് ലൈഫ് പീരീഡ് ആൻഡ് ഇറ്റ് ജനറലി എക്സ്പ്രസ്ഡ് ആസ് ടി ഹാഫ്. ഇത് നോക്കൂ, ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ ഇസ് ദ ടൈം ഇൻ വിച്ച് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ഇസ് റെഡ്യൂസ്ഡ് ടു 1/2 ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ജനറലി ടി ഹാഫ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്.
ഇപ്പോൾ നമ്മൾ പഠിച്ചു സീറോ ഓർഡർ ഉണ്ട്, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, അതിൻ്റെ ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷനും പഠിച്ചു. അപ്പോൾ ഇതിൻ്റെ ഹാഫ് ലൈഫും നമുക്ക് അറിഞ്ഞിരിക്കണം. സീറോ ഓർഡറിൻ്റെ ഹാഫ് ലൈഫ് എന്താ, ഫസ്റ്റ് ഓർഡറിൻ്റെ ഹാഫ് ലൈഫ് എന്താ എന്നുള്ള കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു സീറോ ഓർഡർ റേറ്റ് എക്സ്പ്രഷൻ എന്തായിരുന്നു? റേറ്റ് കോൺസ്റ്റൻറ്റ് K is equal to A0 minus A by T. A0 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, A കോൺസെൻട്രേഷൻ ആഫ്റ്റർ എ ടൈം T. യെസ്. അപ്പം ഞാനിപ്പോൾ T-നെ ഞാൻ എന്താ ചെയ്യുന്നത്? T ഹാഫ് ആകുമ്പോൾ, അതായത് ടൈം പിന്നെ T ഹാഫ് കോൺസെൻട്രേഷൻ എന്ത് സംഭവിക്കും? നേർപകുതിയാവും. ഏത് കോൺസെൻട്രേഷൻ നേർപകുതിയാവും? A എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ, ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞിട്ടുള്ള കോൺസെൻട്രേഷൻ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ നേർപകുതിയാവും. ദാറ്റ് ഈസ് ഇറ്റ് ബിക്കംസ് A0/2. ഇസ്ന്റ് ഇറ്റ്? ടൈം T ഹാഫ് ആകുമ്പോൾ, ഞാനിവിടെ പറഞ്ഞ മാതിരി ടൈം പകുതിയാകുമ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ നേർപകുതിയാവും. ഇസ്ന്റ് ഇറ്റ്? അല്ലെങ്കിൽ ഈ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ നേർപകുതിയായിരിക്കും. അതേമാതിരി കോൺസെൻട്രേഷൻ A ബിക്കംസ് ഹാഫ് ഓഫ് ദാറ്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. അപ്പം നമ്മൾ ഈ ചേഞ്ചസ് നമ്മളുടെ റേറ്റ് കോൺസ്റ്റൻറ്റ് ഇക്വേഷനിൽ ഇടുകയാണെങ്കിൽ, അതായത് ഈ എക്സ്പ്രഷനിൽ A0 മൈനസ് Aക്ക് എന്തിടും? A0/2. Tക്ക് യു ഹാവ് ടു പുട്ട് T ഹാഫ്. അങ്ങനെ സോൾവ് ചെയ്താൽ യു ഗെറ്റ് T ഹാഫ് ഇസ് ഈക്വൽ ടു A0/2K എന്നാണ് എക്സ്പ്രഷൻ കിട്ടുക. അതായത് നിങ്ങൾ മനസ്സിൽ കരുതണം, T ഹാഫ് ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഇനീഷ്യൽ കോൺസെൻട്രേഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇത് വെച്ച് പ്രോബ്ലംസ് ചോദിക്കും. അപ്പോൾ T ഹാഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ടൈം ടേക്കൺ ഫോർ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ടു ബി റെഡ്യൂസ് ടു 1/2. ആ നേർപകുതി ആകുന്ന സമയത്തെയാണ് വി കോൾ ഇറ്റ് ആസ് ദ T ഹാഫ്. അപ്പോൾ ഓരോ ഓർഡർ റിയാക്ഷൻസും വി ഹാവ് റെസ്പെക്റ്റീവ് T ഹാഫ്. അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ടൈം T ഹാഫ് ആകുമ്പോൾ A ബിക്കംസ് A0/2. അത് റേറ്റ് ലോയിൽ ഇട്ട് കഴിഞ്ഞാൽ വി ഗെറ്റ് ദിസ് എക്സ്പ്രഷൻ. അപ്പം നമ്മൾ ഓരോന്നിൻ്റെയും ഇവിടെ ടേബിളായിട്ട് തന്നിട്ടുണ്ട് ഹാഫ് ലൈഫ് പീരീഡ്. ഇത് നമ്മൾ കണ്ടുപിടിച്ചു A0/2K ആണ്. ദാറ്റ് ഇസ് T ഹാഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A0 ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കോൺസെൻട്രേഷൻ ടേമേ ഇല്ല. 0.693/K എന്നാണ് എക്സ്പ്രഷൻ വരുന്നത്. ദാറ്റ് ഈസ് T ഹാഫ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ A0, ഇൻഡിപെൻഡൻറ്റ് ഓഫ് A0 ആണ്. അതും മനസ്സിൽ വെക്കണം. സെക്കൻഡ് ഓർഡർ തന്നിട്ടുണ്ട്. ദോസ് ഹു റിക്വയർ, നമുക്ക് നീറ്റിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് അവെയർ ആയിരിക്കണം. അതായത് T ഹാഫ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു A0. സീറോന് ഓർഡറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A0, സെക്കൻഡ് ഓർഡറിന് ഇൻഡിപെൻഡൻറ്റ് ഓഫ് A0, സെക്കൻഡ് ഓർഡറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു A0. ഓക്കെ. അപ്പോൾ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് എങ്ങനെയാണെന്ന് നോക്കാം. വെൻ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ് ഇസ് ഡബിൾ ദ ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ സീറോ ഓർഡർ. നമ്മൾ എന്താ സീറോ ഓർഡറിനെ പറ്റി പഠിച്ചിരിക്കുന്ന T ഹാഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്നാണ് പറഞ്ഞത്. ഇസ്ന്റ് ഇറ്റ്? അപ്പം പിന്നെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്യുമ്പോൾ എന്താ? T ഹാഫ് ഓൾസോ ബിക്കംസ് ഡബിൾ. ഇസ്ന്റ് ഇറ്റ്? കാരണം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ അത് പിന്നെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. രണ്ടാമത്തെ നോക്കൂ, ദ റേറ്റ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ തന്നിട്ടുണ്ട് 0.04 mol per liter per second at 10 seconds and 0.03 mol per liter per second at 20 seconds after initiation of the reaction. The half life period, അതായത് രണ്ട് റേറ്റും രണ്ട് ടൈമിൽ തന്നിട്ടുണ്ട്. രണ്ട് റേറ്റ് അറ്റ് 2 ഡിഫറെൻറ്റ് ടൈംസ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ഹാഫ് ലൈഫ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹാഫ് ലൈഫ് കാണണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ആരെ അറിയണം? റേറ്റ് കോൺസ്റ്റൻറ്റിനെ അറിയണം. റേറ്റ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഹാഫ് ലൈഫ് പീരീഡ് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പിന്നെ റേറ്റ് കോൺസ്റ്റൻറ്റ് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യാമെന്നൊന്ന് നോക്കാം. Okay, so rate constant K in the expression for a first order reaction is 2.303/T. But ഇവിടെ രണ്ട് ഡിഫറെൻറ്റ് ടൈമിൽ തന്നതുകൊണ്ട് നമുക്ക് ഇതിനെ T2 മൈനസ് T1 എന്ന് എഴുതാം. ലോഗ് റേറ്റ് കോൺസ്റ്റൻറ്റ് അറ്റ് 2 ഡിഫറെൻറ്റ് ടൈമും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? റേറ്റ് അറ്റ് ടൈം 1 T1ലുള്ള റേറ്റും മറ്റേത് റേറ്റ് 2 ടൈം T2ലുള്ള റേറ്റും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കിട്ടും നമുക്ക്? 2.303 ടൈം ഇൻ്റർവൽ എന്താ തന്നിരിക്കുന്നത്? T2 മൈനസ് T1 എന്ന് പറഞ്ഞാൽ 20 മൈനസ് 10 ആണ്. ഇസ്ന്റ് ഇറ്റ്? 20 മൈനസ് 10 ലോഗ് ആദ്യത്തെ ടൈമിലുള്ള റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് 0.04. ഇസ്ന്റ് ഇറ്റ്? ഡിവൈഡഡ് ബൈ റേറ്റ് അറ്റ് ദ അതർ ടൈം 0.03. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ദ വാല്യൂ കംസ് ഔട്ട് അറൗണ്ട് ടു ബി 0.0287
പെർ സെക്കൻഡ്. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആകുമ്പോൾ പെർ സെക്കൻഡ് ഇൻവേഴ്സ് 1 ആയിരിക്കും വരും. അപ്പോൾ കെ വാല്യൂ കിട്ടി. ഇനി കെയിൽ നിന്ന് ഹാഫ് ലൈഫ് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ടി ഹാഫ് ഇസ് ഈക്വൽ ടു എക്സ്പ്രഷൻ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ 0.693/k ആണ്. ആ കെയിൻ്റെ വാല്യൂ 0.0287 ആണ്. നമ്മൾ ഓൾറെഡി ഇവാലുവേറ്റ് ചെയ്തില്ലേ? അപ്പം ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 24.1 സെക്കൻഡ് ആയിരിക്കും കറക്റ്റ് ആൻസർ. So the correct answer regarding this question is option C, that is 24.1 second. In the next question, the half-life of a substance in a certain enzyme catalyzed reaction is 138 seconds. The time required for the concentration of the substance to fall from 1.28 to 0.04 milligram per liter. അപ്പോൾ ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട്. ഇതൊരു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഒരു എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻ ആണ്. അപ്പം ഇതിൻ്റെ ടൈം പിന്നെ ഈ കോൺസെൻട്രേഷൻ ചേഞ്ച് വരാനുള്ള ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കോൺസെൻട്രേഷൻ 1.28 നിന്ന് അത് എത്രയാവാനാണ് ആവുന്നത്? 0.04 ആണ്. ഇസ്ൻ്റ് ഇറ്റ്? 1.28 to 0.04. അതായത് 5 ടി ഹാഫ് കഴിയുമ്പോഴാണ് 5 ടി ഹാഫ്, അതായത് 1.28 ആദ്യത്തെ ടി ഹാഫിൽ എത്രയാവും, പിന്നത്തെ ടി ഹാഫിൽ, പിന്നെ അങ്ങനെ 5 പ്രാവശ്യം ടി ഹാഫ് കഴിയുമ്പോഴായിരിക്കും കോൺസെൻട്രേഷൻ ബിക്കം 0.04. അപ്പോൾ ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട എങ്ങനെയാണ്? നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്റ്, നമുക്ക് തന്നിരിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 1.38 ആണ്. സോ ടി ഹാഫ് തന്നിരിക്കുന്നത്, സോ 5 into 138, it is 138. So 5 into 138, that is 690 seconds ആയിരിക്കും ഈ ഒരു റിയാക്ഷൻ നടക്കാൻ ആവശ്യമായ ടൈം. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ സി. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പിന്നെ നമ്മളെന്താണ്, ഒരു ടി ഹാഫ് തന്നിട്ടുണ്ടെങ്കിൽ എത്ര ടി ഹാഫ് കഴിയുമ്പോഴായിരിക്കും ദ റിക്വയർഡ് നമ്മൾക്ക് തന്നിരിക്കുന്ന കോൺസെൻട്രേഷൻ അറ്റൈൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ടി ഹാഫിന് ആ റെസ്പെക്റ്റ് നമ്പർ കൊണ്ട് യു ക്യാൻ ജസ്റ്റ് മൾട്ടിപ്ലൈ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ റേറ്റ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ തന്നിട്ടുണ്ട് 1.5 into 10⁻²2 mole per liter per minute at 0.5 molar concentration of the reactant. The half life ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആകുമ്പോൾ ഇത് നമ്മൾ റേറ്റ് എക്സ്പ്രഷൻ ഡയറക്റ്റ് ആ രീതിയിൽ എഴുതിയാൽ ചിലപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ എഴുതേണ്ട റേറ്റ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന? ചേഞ്ച് ഇൻ dx/dt ഇസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ. ഇതാണല്ലോ നമ്മളുടെ എക്സ്പ്രഷൻ. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ നമുക്ക് പിന്നെ തന്നിട്ടുണ്ട്, ഇസ്ൻ്റ് ഇറ്റ്? സോ 1.5 into 10 to the power of -2 ആണ് റേറ്റ് ഓഫ് ചേഞ്ച്, ഇസ് ഈക്വൽ ടു കെയിൻ്റെ വാല്യൂ തന്നിട്ടില്ല, ബട്ട് യു ആർ ഗിവൺ ദ കോൺസെൻട്രേഷൻ ആസ് 0.5 മോളാർ. ഇതിൽ നിന്ന് യു ക്യാൻ ഇവാലുവേറ്റ് കെ, ദാറ്റ് ഇസ് 1.5 into 10 to the power of -2 ഡിവൈഡഡ് ബൈ 0.5 ആയിരിക്കും കെയിൻ്റെ വാല്യൂ. ഓക്കെ, ഇനി നമുക്കറിയാം ഫസ്റ്റ് ഓർഡർ ഇത് പിന്നെ നമുക്ക് നോക്കാം. പിന്നെ യു ക്യാൻ ഫൈനലി സോൾവ് ദിസ്. ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693/k ആണ്. You can substitute the value of k here, 1.5 into 10⁻² by എന്നുള്ളത് into 0.5. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ വി ഗെറ്റ് ദ വാല്യൂ ആസ് 23.1. നമ്മളുടെ വാല്യൂ 23.1 മിനിറ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു പിന്നെ ക്വസ്റ്റ്യൻ എന്താണോ അതിന് കറസ്പോണ്ടിംഗ്ലി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ യു ഹാവ് ടു അഡോപ്റ്റ് അത് നോക്കിയിട്ട് വേണം നമ്മൾ ഹാഫ് ലൈഫ് എപ്പോഴും ചെയ്യണമെങ്കിൽ കെ വാല്യൂ നമുക്ക് അറിഞ്ഞിരിക്കണം. കെ വാല്യൂ കണ്ടുപിടിക്കാൻ പിന്നെ ഉള്ള അത് ഫസ്റ്റ് ഓർഡർ ആണോ 0 ഓർഡർ ആണോ എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് കെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം യു ഹാവ് ടു ഗോ ഫോർ ടി ഹാഫ്. ഇതൊരു കൺസോളിഡേറ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും, അതായത് 0 ഓർഡർ ആൻഡ് ഫസ്റ്റ് ഓർഡർ, ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ, ഡിഫറൻഷ്യൽ റേറ്റ് എക്സ്പ്രഷനും ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷനും. ഡിഫറൻഷ്യൽ അറിയാം, റേറ്റ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ വിത്ത് ടൈമാണ് ഡിഫറൻഷ്യൽ റേറ്റ് എക്സ്പ്രഷൻ. ഇൻറ്റഗ്രേറ്റഡ് ആകുമ്പോൾ നമുക്ക് d/dt എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടാവില്ല. ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഫോമിലേക്ക്, ഇതായിരിക്കും നമ്മളുടെ എന്താ പറയുക പ്രോബ്ലത്തിൽ നമ്മൾ എടുക്കുന്നത്. ഇത് വെച്ചിട്ടും പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ,
സ്ട്രേറ്റ് ലൈൻ ആർ അഗേൻസ്റ്റ് പ്ലോട്ട് ചെയ്യുമ്പോഴാണ് യു ഗെറ്റ്. ഇൻ ദ കേസ് ഓഫ് സീറോ ഓർഡർ കോൺസെൻട്രേഷൻ ഓഫ് ആർ ആണ് ടൈം അഗെയിൻസ്റ്റ് പ്ലോട്ട് ചെയ്യുന്നത്. വെറാസ് ഇൻ ദ കേസ് ഓഫ് ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ലോഗ് ആണ് പ്ലോട്ട് ചെയ്യുന്നത്. ഹാഫ് ലൈഫ് A0 അല്ലെങ്കിൽ R0/2K, ഇവിടെ പിന്നെ 0.693 LN2 എന്ന് പറയുന്ന 0.693/K ആണ്. അപ്പോൾ ഈ ഒരു ടേബിൾ നമുക്ക് അറിഞ്ഞിരുന്നാൽ നമ്മൾ പിന്നെ എന്താണ് ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡറിൻ്റെ എല്ലാ ഇൻഫർമേഷനും യു വിൽ ഗെറ്റ്. ഇനി സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക കാറ്റഗറി ഓഫ് റിയാക്ഷൻസ് ഉണ്ട്. അതായത് ചില റിയാക്ഷൻസ് നമ്മൾ വിചാരിക്കുന്നത് സെക്കൻഡ് ഓർഡർ ആയിരിക്കും, ബട്ട് ഡ്യൂ ടു എക്സ്പെരിമെൻ്റൽ കണ്ടീഷൻ, എക്സ്പെരിമെൻറ്റ്സിൽ വരുന്ന ചില കണ്ടീഷൻസിൻ്റെ മാറ്റങ്ങൾ കാരണം ഇറ്റ് ബിക്കംസ് എ ഫസ്റ്റ് ഓർഡർ. അതായത് ഫോൾസ് ഫസ്റ്റ് ഓർഡർ. സ്യൂഡോ മീൻസ് സംതിങ് ഫോൾസ്. അങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് വി കോൾ ഇറ്റ് എ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം എസ്റ്റർ ഹൈഡ്രോളിസിസ്. ഇത് നോക്കൂ, ഇത് എസ്റ്റർ ആണ്. ഇത് വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ആസിഡും ആൽക്കഹോളുമാണ് കിട്ടുന്നത് എസ്റ്റർ ഹൈഡ്രോളിസിസിൻ്റെ കേസിൽ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതും? റേറ്റ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എസ്റ്റർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ. അപ്പോൾ നമ്മളവിടെ ഓർഡർ ഡിറ്റർമിൻ ചെയ്യാൻ പറഞ്ഞാൽ എന്താ? എസ്റ്ററിൻ്റെ കോൺസെൻട്രേഷൻ 1, വാട്ടർ 1, 1 + 1 ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. നമ്മൾ ഓക്കെ ഇറ്റ്സ് ഫൈൻ, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. പക്ഷേ ആക്ച്വലി ഇവിടെ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ ഒരുപാട് ലാർജ് എക്സസ് വെള്ളം ഉള്ളതുകൊണ്ട് വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കിയിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ഇസ് ടേക്കൺ ആസ് എ പിന്നെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്കത് നെഗ്ലക്റ്റ് ചെയ്യാം. വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫൈനലി ഈ എക്സ്പ്രഷൻ എന്തായിട്ട് മാറും? ഇത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്താൽ, ഈ ടേം നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓർ റേറ്റ് ബിക്കംസ് K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എസ്റ്റർ. സോ ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഓർഡർ ബിക്കംസ് ഈക്വൽ ടു 1. So here, since water is present in large excess, the concentration of water is taken as unity. It is taken as a constant. Agane constant aaki vekkumbo rate ultimately becomes a first order reaction. അപ്പോൾ അതാണ് റിയാക്ഷൻസ് വിച്ച് ആർ നോട്ട് ട്രൂലി ഫസ്റ്റ് ഓർഡർ. ശരിക്കും ഫസ്റ്റ് ഓർഡർ അല്ല, ബട്ട് അണ്ടർ സർട്ടൻ കണ്ടീഷൻ റിയാക്ഷൻ ബിക്കംസ് ഫസ്റ്റ് ഓർഡർ. അങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് വി കോൾ ഇറ്റ് ആസ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ്. അപ്പോൾ ഈ റിയാക്ഷൻസ് ഇത് ബോർഡ് എക്സാമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ, എസ്റ്റർ ഹൈഡ്രോളിസിസ് ആൻഡ് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ, അതും മറ്റൊരു എക്സാമ്പിളാണ് നമ്മളുടെ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ പഠിച്ച ടി ഹാഫും ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷനും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത സെഷനിൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും ഉള്ള കൺസെപ്റ്റ്സും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. റെസ്റ്റ് ഓഫ് ദ Arrhenius equation ഒക്കെ വി വിൽ ബി ഡിസ്കസിങ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ഓക്കെ.